നമസ്കാരം. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട പൂവത്തിങ്കൽ പടിഞ്ഞാറ്റിങ്കര അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസിൻ്റെയും കുട്ടികളുടെയും സംസ്കാരം ഇന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ വീട്ടിൽ നിന്നും ആരംഭിച്ച് പൈങ്കുളം ചെറുകര സെൻറ്റ് മേരീസ് ജ്ഞാനായ പള്ളിയിൽ നടത്തപ്പെടുന്നതാണ് എന്ന് ഒരു അറിയിപ്പ് കിട്ടിയിരുന്നു. ഈ വക്കീലമ്മയുടെ തീരുമാനവും മരണത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അങ്ങേയറ്റം വേദനപരമായ ഒരു കാര്യമാണ്. കാരണം മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, സാമൂഹ്യ പ്രവർത്തക, അത് വിവാഹത്തിന് ശേഷം ഒരു അഡ്വക്കേറ്റ്, നിലവിൽ ഹൈക്കോടതി വരെ എത്തിയ ഒരു അഡ്വക്കേറ്റാണ്. ഫൈനാൻഷ്യലി നല്ല ബാക്ക്ഗ്രൗണ്ട്, നല്ല ഒരു കുടുംബ ചുറ്റുപാട്, പശ്ചാത്തലം എന്നിരിക്കെ ഇവരെ പോലുള്ളവർ ഇത്തരം കടുങ്കൈ ചെയ്യുക എന്ന് പറയുന്നത് സത്യത്തിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വിഷമം ഉണ്ടാവും. ആ കുട്ടികളുടെ ഫോട്ടോയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും സഹിക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സമൂഹത്തിൽ ഒരു സാമൂഹിക പ്രവർത്തകയായിരുന്ന വ്യക്തിയാണ്, ഒരു അഭിഭാഷകയാണ്. ഇവർക്ക് തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ സാധാരണ മനുഷ്യൻ്റെ ദുരിതങ്ങളും യാതനകളൊക്കെ അങ്ങേയറ്റം അറിയാവുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. നമ്മൾ പണ്ട് കാലങ്ങളിലൊന്നും, എൻ്റെയൊക്കെ കുഞ്ഞുനാളിലൊന്നും ഈ പറയുന്ന ഏതൊരു കുടുംബത്തിൽ നോക്കിയാലും അത്യാവശ്യം 2-3 കുട്ടികളുണ്ടായിരുന്നു. ഇന്നിപ്പം മുക്കിന് നമുക്ക് കാണാം പ്രത്യേക ശിശുരോഗ വിദഗ്ധർ അല്ലെങ്കിൽ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ പരസ്യങ്ങൾ കാണാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ക്ക് 1 അല്ലെങ്കിൽ 10ക്ക് 2 എന്ന ദമ്പതികൾക്ക് കുട്ടികളില്ല എന്നതാണ് ഇപ്പോഴത്തെ നിലപാട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം. അതിൻ്റെ തുടർ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുക്കിന് വിദഗ്ധ ചികിത്സ കിട്ടുന്ന ചികിത്സാ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. അതിനുവേണ്ടി അവർ പരിശ്രമിക്കുന്നു. രാവെന്നോ പകലെന്നോ ഒന്നുമില്ലാതെ സകല ഉപജീവന മാർഗ്ഗങ്ങളൊക്കെ ഇട്ടിട്ട് അതിനുവേണ്ടി അവർ പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തോടെയാണ് ഈ വക്കീലമ്മയെ നമ്മളെല്ലാം ജീവിച്ചു പോയിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ അവസരത്തിൽ എന്ത് തന്നെ കുടുംബത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാൽ പോലും ഇത്തരം തീരുമാനങ്ങൾ കടുങ്കൈപരമായ തീരുമാനങ്ങൾ തന്നെ ആയിപ്പോയി എന്നേ എനിക്ക് പറയാൻ തോന്നുള്ളൂ. കാരണം ആ കുഞ്ഞുങ്ങളുടെ മുഖത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സഹിക്കത്തില്ല, ഒരിക്കലും സഹിക്കുകയില്ല. ഒന്നാമത് കോട്ടയത്ത് ഈ കഴിഞ്ഞ 45 ദിവസം ആകുന്നേ ഉള്ളൂ ഷൈനിയും കുട്ടികളും മരണപ്പെട്ടിട്ട്. അതിൻ്റെ തൊട്ട് പുറകെയാണ് 45 ദിവസം പോലും ആയിട്ടില്ലെന്നാണ് എൻ്റെ കണക്കൂട്ടൽ. ഒരു 28-ാം തീയതിയും മറ്റോ ആയിരുന്നു. അതിൻ്റെ തൊട്ട് പുറകെയാണ് ഇവരുടെ ദാരുണ അന്ത്യം. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഞെട്ടലാണ്. ഇതെങ്ങനെ നമ്മൾ വീഡിയോയിലൊക്കെ TV ചാനലിലൊക്കെ വാർത്തകൾ നിരന്തരം കാണിക്കുമ്പോൾ പോലും നമുക്ക് അത് കാണാനും അല്ലെങ്കിൽ വാർത്താലേഖകർ പറയുന്ന ഇതിനെപ്പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ പറയുന്നത് കേൾക്കാനും, ഇന്നിപ്പം ഒരു ന്യൂസ് ചാനലിൽ പറയുന്നത് കേട്ടു, ജിസ്മോളുടെ സഹോദരൻ പറയുന്നത് കേട്ടു, സഹോദരിക്ക് നിറം കുറവായിരുന്നു. ജ്ഞാനായക്കാരെ സംബന്ധിച്ചിടത്തോളം നിറത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു സമൂഹമാണ്. അതൊക്കെ വഴക്ക് ഉണ്ടാക്കുമ്പം അതൊക്കെ ഒരു മെയിൻ കണ്ടൻറ്റായിട്ട് വരാറുണ്ട് എന്നൊക്കെ അദ്ദേഹം ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ ആളെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ശേഷം തന്നെയല്ലേ കെട്ടിയത്. അപ്പോൾ പിന്നെ അതൊക്കെ ഒരു കാരണമായിട്ട് പിന്നീട് വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ ആ വഴക്കുണ്ടാക്കുമ്പോൾ അത് കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല. എന്ത് തന്നെയാണെങ്കിലും ജിസ്മോൾ ചെയ്തത് അങ്ങേയറ്റം ദുഃഖപരമായ കാര്യം, സങ്കടപരമായ കാര്യം തന്നെയാണ്. ഇത്തരം കടുങ്കൈ ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നമ്മളത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അത് അഭിഭാഷകയും കൂടെയല്ല, അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ അറിവുള്ളതാണ്. ഇത്തരം കുടുംബ പശ്ചാത്തലങ്ങൾ, പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഇതുകൊണ്ട് അവർക്ക് പോയി അല്ലാതെ തന്നെ ആ കുഞ്ഞുങ്ങളുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ 2 കുഞ്ഞുങ്ങളെയും ജിസ്മോളുടെ സ്ഥാനത്ത് തന്നെ അവരുടെ കുടുംബാംഗങ്ങളും അല്ലെങ്കിൽ ഈ സമൂഹവും അവരെ കണ്ടേന്. തീർച്ചയായിട്ടും അവർക്ക് നല്ല രീതിയിൽ നല്ലൊരു ഭാവി ഉണ്ടായേന്. അതിന് ഇവർ അതൊന്നും ലഭിക്കാൻ കാത്തു നിൽക്കാതെ അവരുടെ സ്വന്തം തീരുമാനത്തിനെ അടിസ്ഥാനമാക്കി ഇവരെടുത്തത്. മുന്നേ ഞാൻ പറഞ്ഞ പോലെ പ്രശ്നങ്ങളില്ലാത്ത വീടുകളില്ല. സമ്പന്നൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ പുറത്തറിയുന്നില്ല, സത്യമാണ്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സമ്പന്നൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ പുറത്തറിയുന്നില്ല, അത് സത്യം തന്നെയാണ്. എന്ന് പറഞ്ഞ് പ്രശ്നങ്ങളില്ലാതിരിക്കുകയില്ല. പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും ഇല്ലാത്ത ഒരു സംഭവമില്ല എന്നും പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് പിന്നെ ആരാ ഉണ്ടാകുക? ഒരു കുന്നുണ്ട്, ഒരു ഇറക്കമുണ്ട്, ഇല്ലേ? പ്രശ്നങ്ങൾക്ക് പരിഹാരം ധാരാളം ഉണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. അല്ലെങ്കിൽ കൊള്ളാം, നമുക്ക് സാമ്പത്തികപരമായി ഞങ്ങൾ വളരെ പിന്നോട്ട് നിൽക്കുന്നവരാണ്, എൻ്റെ മക്കളെ നോക്കാൻ പോലും ആരുമില്ല, ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾ അനാഥരാകും, അല്ലെങ്കിൽ അവർക്ക് ആഹാരം പോലും കിട്ടുകയില്ല, അതുകൊണ്ട് ഞാൻ അത്രയും കടുങ്കൈ ചെയ്തു എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്നാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല. എങ്കിലും ഞാനൊരു ഫോർ എക്സാമ്പിൾ അങ്ങ് കൂട്ടത്തിൽ രേഖപ്പെടുത്തുന്നേ ഉള്ളൂ.
എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന് പരിഹാരം മരണമല്ല. മരണമെന്ന് പറയുന്ന സംഭവം നമ്മുടെ കൂടെ തന്നെ ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട്, ജന്മനെ നമുക്ക് തന്നിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ നമ്മൾ പോയിരിക്കും, അതിനകത്ത് യാതൊരു മാറ്റമില്ല. സമയം നിശ്ചയിക്കും. നമ്മളായിട്ട് സ്വയം ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊണ്ട് അതിന് ചെന്ന് പെട്ടുകൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് ലഭിക്കുന്ന ഒരു സമ്പത്ത് തന്നെയാണ്, അല്ലെങ്കിൽ നമുക്കും കൂടെ അവകാശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മരണം. അത് സമയമാകുമ്പോഴത്തേക്ക് നമ്മളെ ഈശ്വരൻ പറഞ്ഞു വിട്ട എന്ന് നമ്മളെ പറഞ്ഞു വിട്ടോ, ഭൂമി പറഞ്ഞു വിട്ടോ, അതുപോലെ തന്നെ തിരിച്ചെടുക്കാൻ അദ്ദേഹം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അത് നമ്മൾ പോലും അറിയില്ല, നമ്മുടെ ബന്ധുമിത്രാദികൾക്കേ അറിയത്തുള്ളൂ. ഏത് വ്യക്തി മരണപ്പെടുന്നു ആ വ്യക്തിക്ക് അറിയില്ല. ബാക്കിയുള്ള അദ്ദേഹത്തിന് ചുറ്റും ഇരിക്കുന്ന എല്ലാവർക്കും സമൂഹത്തിനും എല്ലാം അറിയാം, ഇദ്ദേഹം ഇന്ന ദിവസം മരിക്കും അല്ലെങ്കിൽ മരണപ്പെട്ടു എന്നൊക്കെ. അപ്പം ആ സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി നടക്കും. നമ്മൾ അതോർത്ത് അതിൻ്റെ പുറകെ നമ്മൾ അങ്ങനെ പോയോ ചെയ്തത് കൊണ്ട് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും റിലീസാകുന്നൊന്നുമില്ല, കൂടുതൽ വഷളാകുന്നേ ഉള്ളൂ. ഇതുകൊണ്ട് ആർക്കാണ് പോയത്? ജിസ്മോളിൻ്റെ മാതാപിതാക്കൾക്ക് പോയി, അല്ലേ? ജിസ്മോളുടെ മാതാപിതാക്കൾക്ക് പോയി, ജിസ്മോൾക്ക് പോയി. അപ്പോൾ ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളാനായിട്ട് തയ്യാറെടുത്ത് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ദയവായി അവത്തിൽ നിന്ന് പിന്തിരിയണം എന്ന് തന്നെയാണ് എൻ്റെ ആത്മാർത്ഥമായ അപേക്ഷ. ഇതൊരിക്കലും ശാശ്വതമായ പരിഹാരമല്ല. ഇത്തരം തീരുമാനങ്ങൾ നമുക്ക് ചെയ്യാനുള്ള അവകാശവും ഇല്ല. അത് തന്നെ തെറ്റാണ്. അത് പ്രകൃതിയെ നമ്മൾ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ ഈശ്വരനെ നമുക്ക് മനുഷ്യനായി ജന്മം തന്ന, അല്ലെങ്കിൽ മനുഷ്യനായി നമ്മളെ ജീവിക്കാൻ അനുവദിച്ച കാരുണ്യവാനായ ഭഗവാനെ, പ്രപഞ്ച സൃഷ്ടാവിനെ നമ്മൾ എതിർക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവ് നമുക്കൊരു ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്, ആ ഡേറ്റിൽ തന്നെ നമ്മൾ മരണപ്പെടണമെന്നാണ്. അതല്ലാതെ നമ്മൾ സ്വമേധ ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊണ്ട് നമ്മൾ മരണപ്പെടുക എന്ന് പറയുന്നത്, അത് പിന്നെയും നമുക്ക് കൂടുതൽ അവിടെ ചെന്നാലും മേളിലോട്ട് ചെന്നാലും നമുക്ക് മനസ്സമാധാനം ഉണ്ടാകില്ല. അങ്ങോട്ട് ചോദിക്കും, നീ എന്തിനാ ഓടിപ്പിടിച്ചിങ്ങോട്ടൊന്ന്, നിൻ്റെ സമയം ആയില്ലല്ലോ. അങ്ങനെ ഇത്തരം കാര്യങ്ങൾ നീ സ്വമേധ തീരുമാനിക്കാനാണ് ഞങ്ങൾ എന്നാത്തിന് എവിടെ ഇരിക്കുന്നത് എന്ന് സർവശക്തനായ ദൈവം നമ്മളോട് ചോദിക്കും. അന്നേരം നമ്മൾ എന്ത് മറുപടി പറയും? ഉദാഹരണത്തിന് ദൈവം ചോദിക്കുക, പോട്ടെ നീ മരണപ്പെട്ടു, നിനക്ക് ബുദ്ധിമുട്ടുണ്ടായി, നിൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് പിഴച്ചു, അതുങ്ങൾക്ക് ഞാൻ അംഗവൈകല്യം വല്ലതും തന്നോ? ഇല്ലല്ലോ. മറ്റെന്തെങ്കിലും കുറവുകൾ ഞാൻ തന്നോ? ഇല്ലല്ലോ. പിന്നെ എന്തിന് ആ കുഞ്ഞുങ്ങളെ കൂടെ നീ കൂട്ടിക്കൊണ്ട് വന്നു എന്ന് പ്രപഞ്ച സൃഷ്ടാവ് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മറുപടി പറയും? അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ആത്മഹത്യാ പ്രവണത എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല. നിങ്ങൾക്ക് ഏതൊരു വ്യക്തിയാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത റിലേറ്റ് ചെയ്യാവുന്ന ഒരു ബന്ധുക്കളുണ്ടാകും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാകും. അവരുമായിട്ട് ഇതൊന്ന് നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ടുകളൊന്ന് ഷെയർ ചെയ്യുക. അവരതിനകത്ത് എന്തെങ്കിലും ഒരു പോകുംവഴി പറഞ്ഞു തരും. നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നൊരു വളരെ അടുത്ത ബന്ധുക്കൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. പഠനകാലത്താണെങ്കിലും നിങ്ങൾക്ക് 4 പേര് കൂട്ടുകാരുണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് ഒരാൾ നിങ്ങൾക്ക് അങ്ങേയറ്റം നിങ്ങളുമായിട്ട് വളരെ അടുത്ത് ഇടപഴകുന്ന ആളായിരിക്കുമല്ലോ. അതാണായാലും ശരി, പെൺകുട്ടികളാണെങ്കിലും ശരി. അവരോട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് സമയം കണ്ടെത്തിയാണെങ്കിലും പോയി കാര്യങ്ങൾ പറയുക. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാകും. അല്ലാതെ ഇതല്ല ഇതിൻ്റെ ഫൈനൽ. പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ കഴിവില്ലാത്ത വിഡ്ഢികളേ ഉള്ളൂ ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളാറുള്ളൂ. അതിലും ഈ പറഞ്ഞ കുട്ടികളെയും കൊണ്ട് പോവുക എന്ന് പറയുന്നത് വിഡ്ഢിത്തത്തിൻ്റെ അങ്ങേയറ്റം. എന്താ പറയുക, അതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കും തന്നെ അത് വിഷമമുള്ളൊരു കാര്യമാണ്. എപ്പോഴും മനുഷ്യനെന്ന് പറയുന്ന ഈ എന്താ പറയുക, 4 കാൽ മൃഗമുണ്ടല്ലോ, ഈ സാധനങ്ങൾക്ക് ലഭിക്കാത്ത കുറവുകളെ മാത്രമേ ഉള്ളൂ അവൻ ചിന്തിക്കാറുള്ളൂ, വിമർശിക്കാറുള്ളൂ. അവന് സർവശക്തനായ ദൈവം അവൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച്, അവൻ്റെ ജീവിത പശ്ചാത്തലം അനുസരിച്ച് അവന് തന്നിരിക്കുന്ന സൗഭാഗ്യങ്ങളെ ഒന്നും അവൻ ഒരിക്കലും ചിന്തിക്കുകയില്ല, അംഗീകരിക്കുകയില്ല. കാരണം അവനേക്കാൾ മുമ്പിലിരിക്കുന്ന സ്റ്റെപ്പിലോട്ടാണ് നോക്കുന്നത്. മുകളിലോട്ട് കയറുന്നത് എങ്ങനെയാണ്, മേളിലോട്ട് എന്നെ എന്നാൽ പുറംതിരിഞ്ഞ് നോക്കിയാൽ ഞാൻ എത്ര സ്റ്റെപ്പ് മുകളിൽ കയറി വന്നു, ഞാൻ എവിടെയാണ് ജീവിതത്തിൽ നിൽക്കുന്നത്, ഈശ്വരൻ എന്നെ എവിടെയാണ് നിർത്തിയിരിക്കുന്നത് എന്നൊന്നും അവൻ ചിന്തിക്കുകയില്ല. ചിന്തിച്ച് അങ്ങനെ പുറംതിരിഞ്ഞ് നോക്കിയാലേ അറിയാം. അവൻ ഏകദേശം 50 സ്റ്റെപ്പുള്ള ഒരു സ്റ്റെയർ കേസിൽ അവൻ ചിലപ്പോൾ 24ാമത്തെ സ്റ്റെപ്പിലോ അല്ലെങ്കിൽ 20ാമത്തെ സ്റ്റെപ്പിലായിരിക്കും അവൻ നിൽക്കുന്നത്. പക്ഷെ അന്നേരം അവൻ അത് ചിന്തിക്കുകയില്ല. അവൻ നോക്കുന്നത് മേളിലോട്ട് പോകാനുള്ള ഞാൻ ജീവിതത്തിൽ ഉന്നതലങ്ങളിൽ എത്തണം, അതിനെന്താണ് മാർഗം, അത് ഞാൻ എത്ര സ്റ്റെപ്പ് കയറണം, എത്ര കാലങ്ങളെടുക്കും എന്നുള്ള കിട്ടാത്ത സൗഭാഗ്യങ്ങളെ മാത്രമേ അവൻ കണക്ക് കൂട്ടുകയുള്ളൂ, അല്ലെ ലഭിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയുള്ളൂ. അല്ലാതെ കിട്ടിയിട്ടുള്ള സൗഭാഗ്യങ്ങളെ ഒരിക്കലും അവൻ ചിന്തിക്കുകയില്ല, ഓർക്കുകയില്ല. അതൊക്കെയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ അപാകത എന്ന് പറയുന്നത്. ഇത് ഞാൻ എടുത്തു പറയാൻ കാര്യം, അഡ്വക്കേറ്റ് ജിസ്മോൾക്ക് ഈ 2 കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് വിലമതിക്കാനാവാത്ത അമൂല്യ നിധികളായിരുന്നു. ആ നിധികളെ കൂടി ഇല്ലായ്മ ചെയ്തിട്ടാണ് ജിസ്മോൾ പോയത്. എന്തായാലും വളരെ വേദനയോടെ ജിസ്മോൾക്കും ആ കുഞ്ഞുങ്ങൾക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ദീപം FIS ചാനൽ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.